എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2015 മാനുഫാക്ചറിംഗ്, 15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിലുള്ള 1,50,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്സോടുകൂടി ഒരു റീപ്ലേസ്മെന്റ്, ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത 4x4 ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ്. ഗ്രേ കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4x4 ഓട്ടോമാറ്റിക് വാഹനങ്ങൾ തീർത്തും കുറവാണ്. അതും ഇതുപോലെ ജെന്യൂൻ കമ്പനി സർവീസ്, കൃത്യമായിട്ടുള്ള റീപെയിന്റോ കാര്യങ്ങളോ ഒരിടത്ത് പോലും, ബമ്പർ പോലും റീപെയിന്റ് ചെയ്തിട്ടില്ലാത്ത വാഹനമാണിത്. ഇനി ഈ വാഹനത്തിന്റെ എല്ലാ വശങ്ങളും ഇന്റീരിയറും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. വാ. അപ്പോൾ ഈ സൈഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേന് പ്രത്യേകിച്ച് വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾ കമ്പനി പെയിന്റ് ആണ്, ഫുൾ ഒറിജിനൽ കമ്പനി പെയിന്റ് ആണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ ഡോട്ട് പോലത്തെ ചെറിയ ഡെന്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഈ വീലാർച്ച് പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെയും കമ്പനി പെയിന്റ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡോറുകളുടെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഡോർപാടുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ വണ്ടി 4x4 2015 വണ്ടിയാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫുള്ള് ബ്ലാക്ക് ഇന്റീരിയർ ആണ് വരുന്നത്. ഇവിടെ ഈ ഡോർ പാടുകളും എല്ലാം ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത്. ഇതിന്റെ സ്വിച്ചുകളും കാര്യങ്ങളും ഒന്നും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല. പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. കമ്പനി ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. ഈ ബാക്കിലത്തെ ഡോർ നോക്കാം. ഈ ഡോറിന്റെയും പേസ്റ്റിംഗ് നിങ്ങൾക്ക് കാണാം. ഫുൾ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങും കാര്യങ്ങളും തന്നെയാണ് കിടക്കുന്നത്. വേറെ റീപെയിന്റോ കാര്യങ്ങളോ വർക്കുകളോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ ഗ്ലാസുകളും, ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ് കിടക്കുന്നത്. ഈ ഇന്റീരിയറിന്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഡോർപാടും കാര്യങ്ങളും എല്ലാം ബ്ലാക്ക് ഫിനിഷിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ സെന്റർ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒറിജിനൽ പഞ്ചിങ് കമ്പനി പെയിന്റ് തന്നെയാണ് കിടക്കുന്നത്. ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ ഈ വശങ്ങളിലൊന്നും തന്നെ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. വണ്ടി നല്ല കമ്പനി പെയിന്റിൽ തന്നെയാണ് കിടക്കുന്നത്. ഗ്ലാസുകൾ ഒന്നും തന്നെ റീപ്ലേസ് വന്നിട്ടില്ല. ഈ ബമ്പറുകൾ നോക്കുക, ബമ്പറുകളിൽ പോലും റീപെയിന്റ് കയറിയിട്ടില്ല. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അതുപോലെ അതുപോലെ തന്നെ നിർത്തിയിരിക്കുന്നത് റീപെയിന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടില്ല. അത്രയും നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ടെയിൽ ലൈറ്റിൽ ഒരു ചെറിയ ക്രാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമുക്ക് മാറേണ്ടതായിട്ട് വരും. ബാക്കി എല്ലാം ഒറിജിനൽ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഒറിജിനൽ ലൈറ്റ് തന്നെയാണ്. ഇതിന് ചെറിയ ക്രാക്ക് വീണിട്ടുണ്ട്. പുറകിലത്തെ ഗ്ലാസും ഒറിജിനൽ തന്നെയാണ്. പുറകിലത്തെ ഡിക്കിയിലോ ഒന്നും റീപെയിന്റോ കാര്യങ്ങളോ കയറിയിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ അകവശം ഒന്ന് പരിശോധിക്കാം. ഇതിന്റെ ഈ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളും മറ്റും നിങ്ങൾക്ക് കാണാം. ഈ നട്ടുകളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു പ്രാവശ്യം പോലും അഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. റിപ്പയറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇവിടുത്തെ പേസ്റ്റിങ് എല്ലാം ഒറിജിനൽ തന്നെയാണ്. ഈ ഭാഗത്തെ എല്ലാം ഫിനിഷിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മൊത്തം പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ റിപ്പയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി ഈ വശങ്ങളിലേക്ക് വരുമ്പോഴും ഇവിടെ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. ഈ വീലാർച്ചുകളിൽ പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഒരു ചെറിയ ഒരു ഇതുണ്ട്, ഡെന്റ് പോലെ. പക്ഷെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ചെറിയ ഉരച്ചിൽ പോലെ ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ ക്ലിയർ ആകാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഡോറിന്റെ അകവശവും നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന്റെയും നിങ്ങൾക്ക് കാണാം പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. ഇന്റീരിയർ എല്ലാം ഓക്കെയാണ്. ഈ ഭാഗത്ത് പില്ലറിന്റെ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ആ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് എടുത്ത് കാണാവുന്നതാണ്. നമുക്ക് ഈ ഭാഗം നോക്കാം. ഇതുണ്ട്, ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഡോറിലേക്ക് പോകാം. എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. ഇത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഇനി നമുക്ക് ഈ ഡോറിന്റെ അകവശം ഒന്ന് പരിശോധിക്കാം. ഇതിന്റെയും ഒറിജിനൽ പേസ്റ്റിങ്ങും കാര്യങ്ങളും തന്നെയാണ് കിടക്കുന്നത്. എല്ലാ ഗ്ലാസുകളും ഒറിജിനൽ ആണെന്ന് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ള വാഹനങ്ങൾ കിട്ടുക വളരെ ചുരുക്കമാണ്. നമുക്കിതാ ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് ഇതിന്റെ
ബോണറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, എൻജിൻ റൂം ഒന്ന് കാണാം. എൻജിൻ റൂം പൊടിയൊക്കെ പിടിച്ചിരിക്കുവാണ്, കാരണം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് ഡീസൽ വാഷോ പോളിഷിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വണ്ടി നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് കാണാം. ബോണറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പഞ്ചിങ് പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടുത്തെ ടൊയോട്ട ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം. ഓൾ ഒറിജിനൽ ആയിട്ടുള്ള വാഹനമാണ്. ഇതിൻ്റെ എൻജിൻ റൂം അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത്. അതായത് അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വയറിങ് എല്ലാം പ്രോപ്പറാണ്, ഇതൊന്നും പൊട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി കാണാവുന്നതാണ്. വേറെ എക്സ്ട്രാ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് വരാം. ഫ്രണ്ട് വശത്ത് ഇവിടെ ഒരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഒറിജിനൽ ഇതിന് ഇവിടെ ഹിന്ദിക്കാർ ഇതിന് പറയുന്നത് പട്ടി എന്നാണ്. പട്ടി എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ജന്തുവിൻ്റെ പേരാണ്, പക്ഷേ ഇവിടെ എല്ലാവരും ഇതിന് പട്ടി എന്നാണ് പറയുക. അപ്പോൾ ഇതൊന്നും റീപ്ലേസ് ചെയ്യുവോ ഇതിലെന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിൻ്റെ ബാക്കി ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെയും അത്യാവശ്യം നല്ല ഡസ്റ്റ് ആയിട്ടിരിക്കുവാണ്. നമ്മൾ അടിയിൽ നിന്നുമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇതിനകത്ത് വേറെ റിപ്പയറും കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഞാൻ ഈ വാഹനത്തിൻ്റെ എൻജിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം എത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണെന്നുള്ളത്. ഇതിൻ്റെ സർവീസ് റെക്കോർഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 1,00,000 കിലോമീറ്റർ വരെയും എല്ലാ 5,000 കിലോമീറ്ററിലും ഓൾമോസ്റ്റ് 5,000 കിലോമീറ്ററെ തന്നെ ഇവർ സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളതെല്ലാം 10,000 തന്നെ കൃത്യമായിട്ട് സർവീസ് ചെയ്തിട്ടുള്ള നല്ലൊരു വാഹനമാണിത്. ഇനി ഇതിൻ്റെ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതിൻ്റെ മീറ്റർ റീഡിങ് നിങ്ങൾക്ക് കാണാം. 1,50,000 കിലോമീറ്റർ ആണ്. പ്രോപ്പർ കമ്പനി സർവീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം 2015 4x4 ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ്. 2015 കൂടുതലും ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് വരുന്നത്. ഈ വണ്ടിയുടെ ഫുള്ളി ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ഡാഷ്ബോർഡ് ആണെങ്കിലും സെൻട്രൽ കൺസോളിലോട്ടൊക്കെ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം ഫുള്ള് ബ്ലാക്ക് ഫിനിഷാണ്. സീറ്റുകളും കാര്യങ്ങളും എല്ലാം ബ്ലാക്ക് ഫിനിഷാണ്. ഒറിജിനൽ കമ്പനി ലെതർ സീറ്റുകളാണ് ഇതിൽ കിടക്കുന്നത്. സ്റ്റിയറിംഗ് മോൾഡിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഡാമേജ് ആയിട്ടില്ല. അത്രയും നല്ല വൃത്തിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഇത്. ഇതിൻ്റെ സീറ്റുകളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത് നമുക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇത് ഒന്നും എല്ലാം വർക്കിംഗ് ആണ്, എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. ഇനി ഇതിൻ്റെ പുറകു വശം നമുക്ക് കാണാം. പുറകു വശത്തെ സീറ്റുകളും ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഫുള്ളി ലെതർ സീറ്റുകളാണ്. ഇതെല്ലാം കമ്പനി ലെതറിൽ തന്നെയാണ് വരുന്നത്. ഇതിലൊന്നും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതാ ഒരു നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുള്ളതാണ്. പുറകിലത്തെ ഡോർപാടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. ഇതിൻ്റെ ബാക്കിലത്തെ റോയിലേക്ക് വരുമ്പോഴും ബാക്കിലത്തെ സീറ്റുകളും എല്ലാം നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ലെതർ ഫിനിഷിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പ് നമുക്ക് കാണാം. ടോപ്പിലേക്ക് വരുമ്പോഴും ടോപ്പും നല്ല വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വേറെ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുള്ളതാണ് ഈ വണ്ടിയുടെ ടോപ്പും എല്ലാം തന്നെ. ഇതിൻ്റെ സ്റ്റെപ്പിനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ഒരു 80-85% ഉള്ള 90% എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും തന്നെയുള്ള ടയറാണ് ഈ സ്റ്റെപ്പിനിയായിട്ട് ഇതിലുള്ളത്. അതുപോലെ ബാക്കിലത്തെ ടയർ നിങ്ങൾക്ക് കാണാം. ഇതും ഒരു ഓൾമോസ്റ്റ് ഒരു 90% ഉണ്ട്. പുതിയ ടയറുകളാണ്, മിഷലിൻ്റെ ടയറുകളാണ് കിടക്കുന്നത്. ബ്ലാക്ക് അലോയ്സ് ആണ് വരുന്നത്. കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ബ്ലാക്ക് അലോയ്സ് ആണ് ഇതിൽ വരുന്നത്. ഫ്രണ്ടിലത്തെ ടയർ ഇച്ചിരി കൂടെ പ്രത്യേകതയുള്ളതാണ്. ഇത് അവർ ഓൾ ടെറൈൻ ടയറാണ് ഇട്ടിരിക്കുന്നത്. ഇതും പുതിയ ടയറാണ്. ഓൾമോസ്റ്റ് ഒരു 80-85-90% ഉള്ള ഓൾ ടെറൈൻ ടയറാണ് ഇതിൽ ഇവർ ഇട്ടിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ രണ്ടും ഈ രീതിയിലുള്ള ടയറുകളാണ് കിടക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും വാഹനത്തിൻ്റെ ആസ്കിങ് റേറ്റ് ആണ് പറയുന്നത്. നമ്മൾ അവതരിപ്പിക്കുന്ന എല്ലാ വാഹനങ്ങളും
അത് ഡൽഹിയിലാണുള്ളത്, ഞാനും ഡൽഹിയിലാണുള്ളത്. നമ്മൾ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് ഉള്ളത്, ഇവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ പാർട്ട് ടൈം ആയിട്ടോ കുറച്ച് എന്താ പറയുന്നത് ഒരു സൈഡ് ബിസിനസ് പോലെയോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. ഞാൻ 100% എൻ്റെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുത്ത എൻ്റെ ഒരു പ്രൊഫഷനാണ്. ഞാനിതിൽ 100% വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും 24 മണിക്കൂർ ഞാൻ ഇതിൽ തന്നെയാണ്. അപ്പം എൻ്റെ ഫുൾ ടൈം വർക്കും ഈ വാഹനങ്ങളെ സംബന്ധിച്ചോ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ പുതിയ പുതിയ വാഹനങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ് എൻ്റെ ഈ ഡൽഹി മുഴുവൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹി, UP, ഹരിയാന രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ എപ്പോഴും ഡൽഹിയിലായിരിക്കും ഉണ്ടാവുക. ഡൽഹിയിൽ ചോദിക്കുന്ന പ്രൈസാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുക. നമുക്ക് ലോണോ എക്സ്ചേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ലോൺ ചെയ്യാനുള്ള ഫെസിലിറ്റികൾ 1-2 പേരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരത് ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഡീലർമാരുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്താൽ അവർ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം. അതായത് നമ്മുടെ കസ്റ്റമറുടെ സിവിൽ സ്കോർ എല്ലാം നല്ല ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാം. വ്യക്തമായിട്ടല്ല, ഒരു ചെറിയ ഐഡിയ തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡൽഹിയിൽ നിന്നോ വേറെ ഏത് സ്റ്റേറ്റിൽ നിന്നാണല്ലോ എടുക്കുന്ന വാഹനത്തിൻ്റെ നിലവിലത്തെ കാലപ്പഴക്കം വെച്ചിട്ട് നമ്മളുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേന് ഓരോ ഇയർ അനുസരിച്ചിട്ടുള്ള ഒരു പ്രത്യേക ശതമാന കണക്കാണ് നമ്മുടെ RTO അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ അവരത് വെച്ചിട്ട് ഓരോ വണ്ടിയുടെയും ആ കാലഘട്ടത്തിലെ എക്സ്ഷോറൂം പ്രൈസും ഇപ്പോൾ എത്ര വർഷം പഴക്കമായി ഇതൊക്കെ വെച്ചിട്ട് അവരൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഒരു സിസ്റ്റം പ്രകാരം 14 ജില്ലകളിലും ഒരേ മോഡലിലുള്ള വണ്ടിക്ക് ചെറിയ ടാക്സ് വ്യത്യാസം കയറി ഇറങ്ങി വരും. അത് ഓരോ RTOയിലും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കണ്ണൂർ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ചാർജും തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുന്ന ചാർജും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. തിരുവനന്തപുരം സൈഡിലോട്ട് കൂടുതലായിരിക്കാം ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ കണ്ണൂർ സൈഡിൽ കൂടുതൽ. അത് അന്നേരം ആ RTO ഇങ്ങനെ കണക്ക് കൂട്ടുന്നു. ചിലർ അതിനകത്ത് മാസങ്ങളും കൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടാണ് അവർ അത് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് നമ്മളിങ്ങനെ ആസ്കിങ് റേറ്റ് പറഞ്ഞ് പിന്നീട് നമ്മൾ വീഡിയോ ചെയ്ത ഒട്ടുമിക്കാൽ വണ്ടികൾ നമ്മൾ തന്നെയാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിറ്റ വില ചോദിച്ച് ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒരിക്കലും ഞാനത് പറയത്തില്ല. കാരണം അത് നമ്മൾ ആര് വാങ്ങിയാലും അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൈവസിയാണ്. ചിലപ്പോൾ അവരത് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതായിരിക്കാം. നാളെ അവരൊരു ദിവസം ആ വണ്ടി വേറൊരാൾക്ക് വിൽക്കാനുള്ളതാവാം. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് അവർ എത്ര രൂപയ്ക്ക് വണ്ടി വാങ്ങി, അത് നാട്ടിൽ എത്ര രൂപ എക്സ്പെൻസ് ആയി എത്തിയപ്പോൾ എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് 2 രീതിയിലാണ്. ബാംഗ്ലൂർ വരെ ട്രക്കിന് നമ്മൾ വിടുന്നുണ്ട്, പിന്നെ കൊച്ചി വരെയും ട്രക്കിന് വിടുന്നുണ്ട്. കൊച്ചി വരെ പലരും ട്രക്കിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഓടിച്ചുകൊണ്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരുടെ റേറ്റ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ടൊരു ട്രാൻസ്പോർട്ടിൽ തന്നെയാണ് വിടുന്നത്. അത് നമ്മൾ 100% നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് പോയി നിൽക്കെ തന്നെ അവർ ലോറിയിൽ നിന്ന് ലോഡ് ഇറക്കിയാണ് വണ്ടി കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. പിന്നെ അതുപോലെ നമ്മളോട് ആൾക്കാർ പലരും വീഡിയോ കണ്ടിട്ട് പറയും നിങ്ങൾ അവതരിപ്പിക്കുന്ന വണ്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ. ഞാൻ അതിനകത്ത് എനിക്ക് ആ ഒരു പരാതിയായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10.5 ലക്ഷം രൂപയ്ക്കും 15.5 ലക്ഷം രൂപയ്ക്കും 18.5 ലക്ഷം രൂപയ്ക്കും ഇവിടെ ക്രിസ്റ്റ കിട്ടും. പക്ഷെ ആ വണ്ടികളുടെ ക്വാളിറ്റിയും അതിൻ്റെ കിലോമീറ്റർ, ഓണർഷിപ്പ്, ആ വണ്ടിയുടെ ആക്സിഡന്റ് ഹിസ്റ്ററി, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ തരുന്ന വണ്ടിക്കകത്ത് നമുക്ക് 100% ഗ്യാരണ്ടി ഉണ്ട്. അതിൻ്റെ കിലോമീറ്റർ ടാമ്പർ ചെയ്തിട്ടുണ്ടാവില്ല, വണ്ടിയിൽ മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, ഫ്ലഡഡ് ആയിരിക്കുകയില്ല, വണ്ടിയിൽ ഓൾ ഒറിജിനൽ പാർട്സ് ആയിരിക്കും ഉണ്ടാവുക, ജെനുവിൻ കിലോമീറ്റേഴ്സ് നമ്മൾ ഉറപ്പ് തരും. നിങ്ങൾ ഈ വണ്ടിയുടേതും എന്നെ വിളിച്ച് ചോദിച്ചാൽ ഇതിൻ്റെ സർവീസ് റെക്കോർഡ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാനത് നിങ്ങൾക്ക് തരും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പനിയിൽ ടൊയോട്ടയിൽ തന്നെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ RCയുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇട്ടുതരും. നിങ്ങൾക്ക് കമ്പനിയിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാഹനം 2015 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷൻ, 4x4 ഓട്ടോമാറ്റിക്കിൽ വരുന്ന വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ ഈ 4x4 ഓട്ടോമാറ്റിക്കിൽ വരുന്നുള്ളൂ. അപ്പം ഈ വാഹനത്തിൻ്റെ ഇതിപ്പോൾ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കുക. കാരണം അധിക ദിവസം വാഹനം ഇങ്ങനെ നിൽക്കത്തില്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും പെട്ടെന്ന് തന്നെ പോകാറുണ്ട്. അപ്പോൾ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കോട്ടയം കാർസുമായിട്ട് ബന്ധപ്പെടുക.
ടൊയോട്ടയുടെ വാഹനങ്ങൾ മാത്രമല്ല, പ്രീമിയം വാഹനങ്ങളായ ബെൻസ്, BMW, ഓഡി, ജാഗ്വാർ, ലെക്സസ്, ഏത് കാറ്റഗറി ആയാലും, ചെറിയ വണ്ടിയാണേലും വലിയ വണ്ടിയാണേലും നമ്മൾ ചെയ്യും. നമുക്ക് ഒരു ശകലം സമയം വേണമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എല്ലാ വണ്ടികളും, കാരണം നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി പോയി കണ്ടുപിടിച്ച് ഒരു കസ്റ്റമർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ എങ്ങനെയും ഒരു വണ്ടി പിടിച്ചേൽപ്പിച്ച് വിടുക എന്നുള്ളതല്ല, നല്ലൊരു വാഹനം അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 അല്ല 9 വണ്ടി കാണാൻ പോകാനും ഞാൻ തയ്യാറാണ്. നമ്മുടെ ജോലിയാണ്, നമ്മളുടെ ചോറാണ്. അപ്പോൾ നമ്മൾ അതിനോട് 100% സിൻസിയറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന, കോട്ടയം കാർസിൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല. ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 14.5 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്, 2015 അപ്പം അതിൻ്റെതായ രീതിയിലുള്ള ഒരു വിലയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് ആസ്കിങ് റേറ്റ് ആണ്, നെഗോഷ്യബിൾ ആണ്. അപ്പം ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളുടെ കോട്ടയം കാർസിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൂടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എഴുതി വരുന്നുണ്ടാവും. അപ്പോൾ അത് ഈ വാഹനം വാങ്ങാനുള്ളവർ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും കാണുക. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളോട് പറയുക. നിങ്ങളുടെ വണ്ടി വാങ്ങാനായിട്ട് ആഗ്രഹമുള്ള കൂട്ടുകാർ, ബന്ധുക്കൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക. അതും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ദിവസങ്ങൾ അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ ഇനി വരുന്ന ഡിസംബർ 20 വരെ അത്യാവശ്യം നല്ല തിരക്കിലാണ്. എല്ലാ 2 ദിവസം ഓരോ കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ നിങ്ങളും ധൈര്യമായിട്ട് കയറി വരിക. നിങ്ങൾക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മലയാളികളുടെ തന്നെ നടത്തുന്ന ഹോട്ടലിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വണ്ടി എടുത്ത് ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങി ബൈ റോഡ് പോകാനുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരും. ഇനി നിങ്ങളുടെ പേപ്പർ സംബന്ധമായ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട. നമ്മൾ NOCയുടെ കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. നമ്മളത് കൃത്യമായിട്ട്, അത് പിന്നെ പല RTOയിലും പല സമയമാണ് എടുക്കുന്നത്. ചിലത് പെട്ടെന്ന് കിട്ടും. നമ്മൾ ചില ഡീലർമാരുടെ നിന്ന് എടുത്താൽ 3 ദിവസം കൊണ്ടും ഒരേ ദിവസം തന്നെ, ഇന്ന് വണ്ടി എടുത്ത് രാവിലെ അഡ്വാൻസ് ചെയ്തു, പിറ്റേ ദിവസം പകുതി പേയ്മെന്റ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ അടുത്ത ദിവസം അയാളുടെ പേരിലേക്ക് NOC എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചില RTOയിൽ നമുക്ക് വേഗം തന്നെ എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം. നമ്മളെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ പറയണം. അതുമെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ചില സമയങ്ങളിൽ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റാറില്ല. പക്ഷേങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ ഒരു ഫോണിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. എടുക്കാതിരിക്കുമ്പോൾ ആർക്കും ഒരു പരിഭവം തോന്നരുത്. ഞാൻ ഉറപ്പായിട്ടും, ഇന്ത്യയിലുള്ള നമ്പറുകളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിളിച്ചിരിക്കും. വിദേശത്തേക്ക് കോള് വരത്തില്ല, അറിയാമല്ലോ. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക. അപ്പം വാട്സപ്പിലെ മെസ്സേജിനാണെങ്കിലും കോളുകൾക്കാണെങ്കിലും എത്രയും സ്പീഡിൽ തന്നെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഏത് വണ്ടി ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഏത് വേരിയൻ്റ് ആണ്, മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കളർ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതും നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് വണ്ടി നോക്കി എടുത്ത് തരുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഫോണിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വീഡിയോയുടെ ലെങ്തും കൂട്ടുന്നില്ല, നിങ്ങളെ മുഷിപ്പിക്കുന്നുമില്ല. അപ്പോൾ ഡൽഹിയിൽ വന്ന് വാഹനം എടുക്കാനാണെങ്കിലും, നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇവിടുന്ന് ഒരു വാഹനം പർച്ചേസ് ചെയ്യാനാണ്, വിദേശത്ത് നിന്നിട്ട് ഇവിടുന്ന് ഒരു വാഹനം പർച്ചേസ് ചെയ്യാനാണെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനി വരുന്ന പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നല്ലൊരു വാഹനമായിട്ട് വീണ്ടും നമുക്ക് വരാം. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യം മറക്കരുത്. ഇത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വിളിക്കണം. ഓക്കെ, ബൈ.